നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി ആസാം സ്വദേശി പിടിയിൽ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ പനി പ്രതിരോധ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നന്ദിപുലം രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനുള്ളിലെയും നടപ്പുരയിലെയും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. തൃശൂരിലെ ആനയൂട്ട് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ തൃശൂരിലെ ആമയൂട്ടിനെ പരിചയപ്പെടാം. വാർത്തകൾ വിശദമായി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി ആസാം സ്വദേശി പിടിയിൽ. ആസാം നാഗോൺ സ്വദേശി 33 വയസ്സുള്ള അനാറുൽ ഹഖ് ആണ് പിടിയിലായത്. ചെറിയ 20 ബോട്ടിലുകളിലായി കൊണ്ടുവന്ന 2 ഗ്രാം ഹെറോയിൻ ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഒല്ലൂർ പോലീസും തൃശൂർ സിറ്റി പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഒല്ലൂർ പ്രിൻസിപ്പൽ SI ബൈജു കേസിയും തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ പനി പ്രതിരോധ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ KA പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായിട്ടും നമുക്കറിയാം ഒരുപാട് പനികളാണ് ഇപ്പോൾ. വൈറൽ പനി വരുന്നു, അതുപോലെ ഡെങ്കിപ്പനി വരുന്നു, എലിപ്പനി വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള പനികൾ വരുന്നത് നമുക്ക് പ്രതിരോധിക്കാനായി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് നമുക്ക് പനി വരാതിരിക്കാൻ ചെയ്യേണ്ടത് എന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മൾ ഡോക്ടറിന് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് പനി വരുമ്പോൾ നമ്മൾ പല ആളുകളും ഡോക്ടേഴ്സിനെ കാണാതെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പല അകലെ ഹോസ്പിറ്റലിൽ പോകുന്നു. പക്ഷെ ഇതൊന്നും മാറാതെ ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വർക്ക് നമ്മളുടെ പ്രദേശത്ത് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരികയാണ്. ഒരു ഡെങ്കിപ്പനി തൃശ്ശൂരത്തെ ഏതെങ്കിലും ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി നമ്മളൊന്നും അറിയാതെ പോയി കിടന്ന് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് നമ്മളുടെ PHCയിലേക്ക് റിപ്പോർട്ട് വരികയാണ്, ഇവിടെ ഒരു ഡെങ്കിപ്പനി കേസുണ്ട്. അപ്പൊ നമ്മൾ ആ ഡെങ്കിപ്പനി ആ വീട്ടിലുള്ള ഒരു പേഷ്യന്റിന് വന്നു കഴിഞ്ഞാൽ അത് പരിസര പ്രദേശങ്ങളിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം അവിടെ കൊതുകിന്റെ വരവ് കുറയ്ക്കണം, അവിടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റേ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ ആശാവർക്കർമാരുടെ ഫുൾ ടീം വന്ന് നമ്മളത് പരിശോധിച്ച് അത് മാറ്റേണ്ടതുണ്ട്. ആ ഡെങ്കിപ്പനി പേഷ്യന്റിനെ കടിച്ച കൊതു മറ്റൊരാളെ കുത്തിക്കഴിഞ്ഞാൽ അത് പ്രയാസമാകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ള ടെൻഡൻസിയുള്ള ആളുകൾ നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. കൊതുകുവല ഉപയോഗിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമുക്ക് അതിൽ ചെയ്യേണ്ടതുണ്ട്. ആശാ വർക്കർ അജിത KN അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി PHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ ക്ലാസ് എടുത്തു. ഇപ്പം മഴ വന്നു കഴിഞ്ഞാൽ ജലജന്യ രോഗങ്ങൾ, ജലജന്യം എന്ന് പറയുമ്പോൾ വെള്ളത്തിലൂടെ വരുന്നു, വെള്ളം കാരണം കൊതുകുകൾ വരുന്നു, കൊതുകിലൂടെ വരുന്ന ഇനി അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിലിരിക്കുമ്പം എന്താണ് ഒരു വെള്ളമയം കാലിൽ ആ ഈർപ്പം തട്ടി നിന്നാൽ എന്തായി വളങ്കടി പോലത്തെ പ്രശ്നങ്ങൾ, അങ്ങനെ അതിൽ നിന്ന് ചെറിയത് വരെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് നമുക്ക് പറയേണ്ടത്, ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമുക്കൊന്ന് വെള്ളത്തിലൂടെ ജലജന്യ രോഗങ്ങൾ വെച്ച് തുടങ്ങാം അല്ലെ. ജലജന്യ രോഗങ്ങൾ എന്ന് പറയുമ്പോൾ പല കാരണങ്ങളാൽ വരും. വൈറസ് കൊണ്ടായാലും ബാക്ടീരിയ കൊണ്ടായാലും ഒക്കെ നമുക്ക് ഈ പറയുന്ന അണുക്കൾ, ഫുഡ് പോയിസണിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വയറിളക്കം, ഛർദില്, ഇതാണ് വയറുവേദന എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഭക്ഷണത്തിൽ. റോണിയ സിജോഷ്, ജോളി ഷാജു എന്നിവർ നേതൃത്വം നൽകി. നന്ദിപുലം രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനുള്ളിലെയും നടപ്പുരയിലെയും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു.
വഴിപാട് കൌണ്ടറിലെ നാണയവും നഷ്ടപ്പെട്ടു. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. ക്ഷേത്രം ഭാരവാഹികൾ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി. തൃശൂരിലെ ആനയൂട്ട് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ തൃശൂരിലെ ആമയൂട്ടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. തൃശൂർ എന്നാൽ സാംസ്കാരിക നഗരം മാത്രമല്ല, ആഘോഷങ്ങളുടെ നഗരം കൂടിയാണ്. ഇവിടത്തെ ആനയൂട്ടിനെ പറ്റി എല്ലാവർക്കും അറിയാം. എന്നാൽ തികച്ചും വ്യത്യസ്തമായ ഒരു ആമയൂട്ടിനെ പറ്റിയാണ് ഇന്ന് പറയുന്നത്. നഗരത്തിലെ ഒരു ഹോട്ടലിൽ സ്ഥിരമായി ഉപ്പുമാവും പഴംപൊരിയും ഉഴുന്നുവടയും കഴിക്കാനെത്തുന്ന ആമകളാണ് ഇവിടത്തെ താരങ്ങൾ. പാറമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള ജവാൻസ് ഹോട്ടലിലാണ് കഴിഞ്ഞ 8 മാസത്തോളമായി എന്നും വൈകിട്ട് 7 മണിക്ക് ഭക്ഷണം കഴിക്കാനായി ആമകൾ എത്തുന്നത്. വിഭവസമൃദ്ധമായി തന്നെ ഇല വെച്ച് ഭക്ഷണം കഴിച്ച ശേഷമാണ് ആമകൾ പോകുന്നത്. ആദ്യം ഒരാമയാണ് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിരമായി ജവാൻസ് ഹോട്ടലിലെ ഭക്ഷണത്തിനായി 7 ആമകളാണ് എത്തുന്നത്. വയർ നിറയെ ഭക്ഷണം കഴിച്ച ശേഷം വരിവരിയായി തന്നെ അവ തിരിച്ചു പോവുകയും ചെയ്യുമെന്ന് ഹോട്ടൽ ഉടമ സന്തോഷ് പറയുന്നു. സമീപത്തെ ക്ഷേത്രകുളത്തിൽ നിന്നാണ് ആമകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത്. ആമകളെ മക്കളെ പോലെ കരുതുന്ന സന്തോഷ് എല്ലാ ആമകളെയും ലക്ഷ്മി എന്നാണ് പേരിട്ട് വിളിക്കുന്നത്. ഇടയ്ക്ക് സന്തോഷ് ഇവർക്ക് വാരിക്കൊടുക്കുകയും ചെയ്യാറുണ്ട്. ജവാൻസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവർ കൗതുകത്തോടെയാണ് ഈ ആമയൂട്ട് നോക്കിക്കാണുന്നത്. ആനയൂട്ടിന് പേരുകെട്ട തൃശൂരിന് മറ്റൊരു തിലകക്കുറിയായി ഈ ആമയൂട്ടും മാറിയേക്കാം. കനറ ബാങ്കിന്റെ നേതൃത്വത്തിൽ വനിതകൾക്കായി കനറ ഏഞ്ചൽ എന്ന പേരിൽ സേവിംഗ്സ് അക്കൌണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കാനറ ബാങ്ക് ചേർപ്പ് ശാഖയിൽ നടന്ന പരിപാടിയിൽ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ EV ഉണ്ണികൃഷ്ണൻ മുഖ്യാതിഥിയായി. നമസ്കാരം. ചേർപ്പ് പഞ്ചായത്തിലെ വാർഡ് 2 അതായത് ജനങ്ങളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷയ്ക്കനുസരിച്ച് സുരക്ഷ എന്ന ഒരു പദ്ധതി, ക്യാൻസർ എന്ന അസുഖത്തിനെതിരെ ഉള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി ചേർപ്പ് പഞ്ചായത്ത് 2ാം വാർഡ് നടപ്പിലാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വാർഡിലെ ജനങ്ങളുടെ സുരക്ഷയാണ് ഞങ്ങളുടേതായ ലക്ഷ്യം. ജനങ്ങൾ ആരോഗ്യവാരായിരിക്കണം, നല്ല രീതിയിലായിരിക്കണം. അതിന്റെ ഒരു മുന്നോടിയായിട്ട് സ്ത്രീകൾക്ക് ക്യാൻസറിന്റെ സുരക്ഷയും അതോടൊപ്പം തന്നെ വീട്ടിലുള്ള 2 അംഗങ്ങൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഞാനിപ്പോൾ ഈ 2ാം വാർഡിൽ നടപ്പിൽ വരുത്തുന്നത്. നമുക്കിപ്പോൾ കാനറ ബാങ്കിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയൊരു അക്കൗണ്ടായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണിത്. ഇതിന് നമുക്ക് 3 സ്ലാബുകളാണുള്ളത്. ഒന്ന് 5000-ന്റേത് മിനിമം ബാലൻസ്, അതായത് 3 മാസത്തിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട മിനിമം ബാലൻസ് 5000, 30,000, 1 ലക്ഷം, അങ്ങനെ 3 സ്ലാബിലാണുള്ളത്. 5000-ന്റെ ആണ് കൂടുതലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട്. 5000-ന്റെ ആണ്. അതിന് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ കെയർ പോളിസി, അത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനാണെങ്കിലും നമുക്കിപ്പോൾ ഒരു വർഷത്തിൽ ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഫ്രീ ക്യാൻസർ കവറേജും 3 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ചികിത്സയ്ക്ക് ലഭ്യമാകുമെന്ന വിധത്തിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അക്കൗണ്ട് ആരംഭിക്കുന്നവർക്ക് 8 മുതൽ 26 ലക്ഷം രൂപ വരെ അപകട മരണ ഇൻഷുറൻസും ലഭ്യമാണ്. പരിപാടിയിൽ ചേർപ്പ് ശാഖ കാനറ ബാങ്ക് മാനേജർ ആതിര, ബാങ്ക് ജീവനക്കാരായ ദിവ്യ, ശ്രീജിത്ത്, ഷീന നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. കാട്ടൂർ സ്വദേശിയെ കാപ്പ ചുമത്തി നാടുകടത്തി. കാട്ടൂർ വലക്കഴ സ്വദേശി കൊരട്ടിപ്പറമ്പിൽ വീട്ടിൽ 29 വയസ്സുള്ള സഹലിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. തൃശൂർ DIG അജിത ബീഗം IPS ആണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. 1 വർഷക്കാലത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിനും തൃശൂർ റവന്യൂ ജില്ലയിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിനും വിലക്കിക്കൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്റ്റേഷനിൽ ഹാജരായ ഇയാൾക്ക് വിവരങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി ഉത്തരവിന്റെ പകർപ്പ് നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ഉത്തരവ് നടപ്പിലാക്കിയിട്ടുണ്ട്. മാന്താമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കടിപ്പിച്ചു കൊന്ന് വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ. കണ്ണാറ മാരക്കൽ സ്വദേശികളായ ബേബി, സഹോദരൻ കുര്യാക്കോസ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ കണ്ണാറ ഭാഗത്തെ സ്ഥലത്ത് വൈദ്യുതി കെണി നിർമ്മിച്ച് കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയായിരുന്നു. പ്രതികളിൽ ബേബി 2012-ൽ നെല്ലിയാമ്പതി വനത്തിൽ വെച്ച് കരടിയെ വേട്ടയാടി പിടിച്ചതിനും 2021-ൽ അബ്കാരി കേസിലും അറസ്റ്റിലായിട്ടുണ്ട്. മാന്നാമംഗലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞയാഴ്ച മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ കൊന്ന 2 പേരെ മാന്നാമംഗലം ഫോറസ്റ്റ് അധികൃതർ പിടികൂടിയിരുന്നു. ചെമ്പൂക്കാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെയും
മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ സ്മരണാർത്ഥം രൂപം കൊണ്ട കരുണം ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ ആർത്തവ ശുചിത്വ മെൻസ്ട്രൽ കപ്പ് ബോധവൽക്കരണവും നടത്തി. ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിൻ നേതൃത്വം നൽകി. സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ പാവന റോസ്, കരുണം ട്രസ്റ്റ് ചെയർമാൻ ജെൻസൺ ജോസ് കാക്കശ്ശേരി, എൻ നന്ദകുമാർ, പ്രോഗ്രാം ഓഫീസർ ജെസി ജോൺ, ലാമിയ എൽസ ഔസേഫ്, ഷാനുപ്രിയ, നേഹ പയസ് എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 6780 രൂപ, പവന് 54,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഒല്ലൂരിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന ഹെറോയിനുമായി ആസാം സ്വദേശി പിടിയിൽ. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡിൽ പനി പ്രതിരോധ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നന്ദിപുലം രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ മോഷണം. ക്ഷേത്രത്തിനുള്ളിലെയും നടപ്പുരയിലെയും ഭണ്ഡാരങ്ങൾ കുത്തിത്തുറന്ന് പണം കവർന്നു. തൃശൂരിലെ ആനയൂട്ട് ഏവർക്കും സുപരിചിതമാണ്. എന്നാൽ തികച്ചും വ്യത്യസ്തമായ തൃശൂരിലെ ആമയൂട്ടിനെ പരിചയപ്പെടാം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.